നമസ്കാരം. എറണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്ന് കെ മുരളീധരൻ അന്ന് പറഞ്ഞത് ഇന്ന് പെർഫെക്റ്റ് ആണെന്ന് ജനം പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേനോൻ സർക്കാരിന്റെ സമയത്ത് എന്തായാലും നമ്മുടെ മുരളീധരൻ അന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു മാസം കൊണ്ട് ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ വകുപ്പ് മന്ത്രി മുരളീധരൻ ആറാട്ടണ്ണനെയും അലിൻജോസ് പെരേരയും ഒക്കെ വെല്ലുന്ന കോമഡി പീസായിട്ട് മാറുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ വാർത്തയിലേക്ക് വരും മുമ്പ് രണ്ട് വരി ഒരു പാട്ടിന്റെ ലൈനങ്ങ് പാടിയാലോ? സ്വർണം കട്ടവനാരപ്പ, സഖാക്കളല്ല അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ, കോൺഗ്രസ്സുകാരാണേ അയ്യപ്പ. ഈ പാട്ട് ഇപ്പോ ഇവിടെ പാടാൻ കാരണം എന്താണെന്നല്ലേ വഴിയെ പറയാം. അപ്പോ വാർത്ത മുഴുവനായിട്ട് കാണുക. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള നിപ്പ ഫലം വന്നതറിയാതെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്നലെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടപ്പോൾ മൂപ്പര് സത്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെയാണോ എന്ന് പലർക്കും സംശയം തോന്നി കാണും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴാണ് പൂനെയിൽ നിന്നുള്ള ഫലം ലഭിച്ചില്ല എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്. എന്നാൽ പൂനെയിൽ നിന്നുള്ള ഫലം ഇന്ന് ഉച്ചയോടെ തന്നെ ലഭിച്ചെന്നും രോഗിക്ക് നിപ്പ സ്ഥിരീകരിച്ചെന്നും കോഴിക്കോട് കളക്ടർ വ്യക്തമാക്കിയതോടെ വീണ്ടും നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കയറി. ഇപ്പോഴാണ് നമ്മൾ ശൈലജ ടീച്ചറെയും വീണ ജോർജിനെയൊക്കെ ഓർത്തിട്ട് അവരൊക്കെ തങ്കമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അല്ലെ. അവരന്നും തങ്കമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പറഞ്ഞു തുടങ്ങി വീണ ജോർജിനെയും ഈ ശൈലജ ടീച്ചറിനെയൊക്കെ ഓർക്കുമ്പോഴാണ് ഇതിനെയൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിടാൻ തോന്നുന്നത് എന്നൊക്കെ മലയാളികൾ ഒന്നടക്കം പറഞ്ഞു തുടങ്ങി. ചുമ്മാ കിണി എന്ന് കിങ്ങിണി അടിച്ച് നടക്കാമെന്നല്ലാതെ വായി തോന്നിയത് കോതയ്ക്ക് വാട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഗീർവാണം അടിക്കാമെന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താനൊരു ലോക ദുരന്തമാണെന്ന് മുരളീധരൻ ഈ ഒരു ഘട്ടത്തിൽ, ഈ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം പണിയായതോടെ തടി തപ്പാൻ വേണ്ടി മന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറയുകയാണ്, കളക്ടർ പുതിയ ആളാണ്, മന്ത്രിയെ അറിയിച്ചിട്ട് വേണം നിപ്പ സ്ഥിരീകരിച്ചെന്ന് പറയാനെന്ന് അവർക്ക് അറിയില്ല, അത് അവർ ഓർത്തില്ല, പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് എനിക്ക് മെസ്സേജ് വന്നത് എന്നൊക്കെ മുടന്ത ന്യായം എന്തായാലും നിർത്തുകയാണ്. എല്ലാ വീഴ്ചയിലും ഇതുപോലൊരു ക്യാപ്സ്യൂൾ ഇറക്കാൻ നമ്മുടെ കരുണാകരന്റെ മോനായിട്ടുള്ള മുരളിക്ക് ഒരു പ്രത്യേക കഴിവാണെന്നും അതിലൊരു ബിരുദാനന്തര ബിരുദമുണ്ടെന്നും ഒക്കെ നമുക്ക് പലപ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ളതാണ്. 2018 ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണല്ലേ അതിനെ LDF സർക്കാർ നേരിട്ട് കീഴ്പ്പെടുത്തിയത്. അന്ന് എറണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും, നിപ്പ വരാൻ കാരണം ഭരിക്കുന്നവർ ആണത്രേ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഇപ്പോ നമ്മുടെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടന്ന് തിരിച്ചെടുക്കുന്നത് നമുക്ക് കളിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. നിപ്പയെ മറികടക്കാൻ നമ്മൾ നടത്തിയ ഇടപെടലുകൾ ലോകം മുഴുവൻ അന്ന് പ്രശംസിച്ചിരുന്നു അല്ലെ. എന്നാൽ UDFകാർക്കെല്ലാം അന്നും പുച്ഛമായിരുന്നു. അന്ന് അമേരിക്കയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും KK ശൈലജ ടീച്ചറിനെയും ഒക്കെ വിളിച്ച് ഒരു ഫലകം കൊടുത്ത കാഴ്ചയ്ക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ. അന്ന് കുപ്പിച്ചെല്ല് വാങ്ങാനാണോ പോയതെന്ന് ചോദിച്ച് പരിഹസിച്ച കൂട്ടങ്ങളാണ് ഈ UDFകാർ എന്നുള്ളതാണ്. നമ്മുടെ ഇടപെടൽ ലോകം അംഗീകരിച്ചെങ്കിലും ഇവിടെ UDF അംഗീകരിച്ചിരുന്നില്ല. അതിനെ നിരന്തരം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിപ്പ റാണി എന്നാണ് അന്ന് അവർ ശൈലജ ടീച്ചറെ വിളിച്ച് പരിഹസിച്ചത്. അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോകോൾ ആണ് ഇന്നും ആശ്രയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അറിവുള്ള എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരാണ് പെർഫെക്റ്റ്, കഴിഞ്ഞ സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അംഗീകരിച്ചിട്ടുമുണ്ട്. ലോകത്ത് എബോള വന്നപ്പോൾ സ്വീകരിച്ച പ്രോട്ടോകോളിന്റെ സാധ്യത പരിശോധിച്ച് അന്ന് പുതിയ പ്രോട്ടോകോൾ രൂപീകരിക്കുകയായിരുന്നു. അതിനുശേഷം 3 തവണ നിപ്പ റിപ്പോർട്ട് ചെയ്തു. വീണ ജോർജും അതിഗംഭീരമായാണ് നിപ്പയെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത്. എന്നാൽ മുരളീധരനാകട്ടെ പൂർണ്ണ പരാജയമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയൊന്നും ഒരു ധാരണയുമില്ലാത്ത ഒരു മന്ത്രിയെ ആദ്യമായിട്ടാണ് കേരളം കാണുന്നത്. ജനങ്ങൾ ആരോഗ്യ മേഖല ഒരു മാസം കൊണ്ട് വെന്റിലേറ്റർ ആയത് കണ്ട് ആശങ്കയിലാണ്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് മുരളീധരന്റെ കയ്യിൽ ആരോഗ്യ വകുപ്പ് കിട്ടിയപ്പോഴുള്ള അവസ്ഥ. ആശങ്കയായി ശിഖല്ലയും പടരുകയാണ്. ഈ വിഷയത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തുടക്കത്തിൽ സംസ്ഥാനത്ത് എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള കണക്ക് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമൊക്കെ എല്ലാവരും കണ്ടു. ഒന്നിലും ഒരു വ്യക്തതയില്ല. നെപ്പോട്ടിസം എന്ന് കേട്ടിട്ടില്ലേ, അത് മാത്രമാണ് മുരളീധരന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കെ മുരളീധരന്റെ മകനായതുകൊണ്ട് മാത്രം ഇപ്പോഴും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്റർ ഒട്ടിക്കാനുള്ള സത്യത്തിൽ ഒരു യോഗ്യത പോലും മൂപ്പർക്കുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഞാൻ ഭൂലോക തോൽവിയാണെന്ന്
മൂപ്പര് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അറിഞ്ഞില്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീൽ ഇനി ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനാണ്. മേനോൻ സർക്കാർ വന്നപ്പോൾ എന്തൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. അഡ്വക്കേറ്റ് KB പ്രദീപിനാണ് ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവർണർ പ്ലീഡറായിട്ട് നിയമനം ലഭിച്ചത്. ഇതുവരെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ മാത്രമേ ദേവസ്വം വകുപ്പിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായിട്ടാണ് KB പ്രദീപിനെ നിയമിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പദവി പ്രത്യേകമായി നൽകിയതാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടാ നിയമനം? ദേവസ്വം വകുപ്പിന്റെ ഉത്തരവിന്റെ പകർപ്പ് എന്തായാലും എല്ലാ മാധ്യമങ്ങൾക്കും ഇതിനോടൊപ്പം തന്നെ ലഭിച്ചു കഴിഞ്ഞു. 3 പ്രത്യേക സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെയാണ് സർക്കാർ നിയമിച്ചത്. അതിൽ ഒന്നാണ് KB പ്രദീപിന്റെ നിയമനം. ശബരിമല സ്വർണ്ണക്കള്ള കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്താണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് എല്ലാവർക്കും അറിയാം. 2019 ദ്വാരകപാലക ശില്പത്തിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് ഇന്നും സംശയം നിഴലിലാണ്. സ്വർണം പൂശാനായി ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചതെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. 2019 പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായതാണ്. പാളികൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പുപാളിയാണ്. 474.9 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും കോടതി കേസ് പരിഗണിക്കവേ പറഞ്ഞിരുന്നു. ഈ സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് ദേവസ്വം വകുപ്പിന്റെ അഭിഭാഷകനായി ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസിൽ പെട്ടെന്നുള്ള UDFന്റെ മനംമാറ്റവും ഈ ഓന്തിന്റെ നിറം മാറുന്നത് പോലുള്ള നിറമാറ്റങ്ങളും ഒക്കെ എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഭക്തജനലക്ഷങ്ങളുടെ വികാരമായ ശബരിമലയിലെ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജ്വല്ലറി ഉടമയും കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുമായും അടൂർ പ്രകാശ് MP അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്, അല്ലെ? അതായത് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പോകുന്നതിനിടയിലാണ് അയ്യപ്പൻ തന്നെ ഈ സംഭവം യഥാർത്ഥ കാര്യം എന്താണെന്ന് ജനം അറിയട്ടെ എന്ന് ഓർത്തത് ഇതങ്ങനെ പുറത്തുവിട്ടത്. അങ്ങനെ അവസാനം പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ ഇവർ കിടന്ന് ഉരുണ്ട് കളിച്ചൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല. അതിസുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്തോടെയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 2004 UDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരികർമ്മിയായി അവിടെ നിയമിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ശബരിമലയിലെ സ്വർണം കട്ടയാളും അത് വാങ്ങിയ ആളും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ കണ്ടത് ആർക്കൊപ്പമാണ്? പിണറായിക്കൊപ്പമാണോ? സഖാക്കൾക്കൊപ്പമാണോ? അല്ല, സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ എല്ലാവരും കണ്ടത്, അല്ലെ? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇനി വലിയ അയ്യപ്പ ഭക്തയാണ് സോണിയാഗാന്ധി എന്നൊക്കെ ഇവർ ഒരു ക്യാപ്സ്യൂൾ ഇറക്കി വാദിച്ചാൽ പോലും ഇങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ വലിയ അയ്യപ്പ ഭക്തി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ സോണിയാഗാന്ധി ശബരിമലയിൽ സന്ദർശനം നടത്താത്തത് എന്നൊരു മറുചോദ്യം ഉയർന്നു വരും. അതിനു മുമ്പിലും ഉത്തരം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യമുനകളും നീളുന്നത് സോണിയാഗാന്ധിയിലേക്കും കോൺഗ്രസ് നേതാക്കളിലേക്കും തന്നെയാണെന്നിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീൽ ഇനി ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമനം നേടുന്നത് എന്നുള്ളതാണ്. എപ്പടി ഇருக்கு? എന്തായാലും മൊത്തത്തില് നൈസായിട്ട് ജനങ്ങളെ പറ്റിച്ചു എന്നൊക്കെ ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. കനത്ത സുരക്ഷാ വലയത്തിലുള്ള സോണിയാഗാന്ധിയെ കാണാൻ സ്വർണ്ണ കവർച്ച കേസ് പ്രതികൾക്ക് എങ്ങനെ അവസരം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സഭയിൽ ചോദിച്ച ചോദ്യം ഇപ്പോഴും എല്ലാവരുടെ മുമ്പിലും ഉണ്ടാകും. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ ഇത് അവതരിപ്പിക്കേണ്ട എന്നല്ല അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞത്, ഇത് അവതരിപ്പിക്കണം, ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. അന്ന് പിണറായി വിജയൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഇന്നും വ്യക്തമായ മറുപടി കൊടുക്കാൻ UDF സർക്കാരിനോ മേനോൻ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ പെട്ടെന്നുള്ള മലക്കം മറിച്ചിൽ കാണുമ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണപ്പ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ തുടക്കം പാടിയ ആ പാട്ട് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളല്ലേ അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ, കോൺഗ്രസ് ആണേ അയ്യപ്പ. ഇപ്പൊ എങ്ങനെ ഇരിക്ക്? ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾ എല്ലാം കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് തന്നെ, അല്ലെ, അനുഭവിക്കട്ടെ എന്നല്ലേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.